ബിന്ദുവിനെ അവർ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ സർ? ഇനി അഥവാ കഴിഞ്ഞാലും ആ കേസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ബിന്ദുവിനെ സാക്ഷിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരെ കാണുമ്പോഴുള്ള പ്രതികളുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കൺഫർമേഷനാണ്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു നോർമൽ ആകാനും അത് സഹായിച്ചേക്കും. പ്ലീസ് എന്താ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി സർ. ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല. ഇവരെ കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിക്കേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട്. പ്രതിഭാഗം വക്കീൽ ജഗദീഷ് ടി നമ്പ്യാർ തന്നെ ആയിരിക്കും അല്ലേ സർ? ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന. അല്പമൊക്കെ വൈരാഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോവില്ലേ രാജാ? നമ്പ്യാർ 18 അടവ് എടുക്കും പ്രതികളെ രക്ഷിക്കാൻ. 19ാമത്തെ അടവ് എടുക്കട്ടെ. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡ് ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം സുഗുണപാലനെ ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അയാൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് അറസ്റ്റ് റെക്കോർഡ് ആക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സുഗുണൻ സാറിനെ മാറ്റാന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ കാണണം. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാം. ഇതുവരെ ഞാനൊരു കാര്യത്തിനും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിന് കണ്ടല്ലേ പറ്റൂ, വേറെ വഴിയില്ല. ഓക്കെ. സുഗുണപാലനെ എഫിഷ്യന്റ് ആയ ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ തന്നെ വേണം. ഒരു ഡ്രൈവർ മൊഴിയൊന്നും പോരാ. പിന്നെ ആരുടെ മൊഴിയാണെങ്കിൽ മാത്തുകുട്ടിച്ചാന് ബോധ്യമാവും. തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മൊഴി ഉണ്ടാക്കുന്ന ഒരുപാട് ഓഫീസർമാർ ഇവിടെ ഉണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ എഫിഷ്യന്റ് ഓഫീസറും പെടും. ഒരു ഒറിജിനൽ ഐ വിറ്റ്നസിന്റെ മൊഴിയേക്കാൾ താങ്കൾക്ക് സ്വീകാര്യമായ മൊഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഓഫീസർ തന്റെ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് അയാളുടെ യാതൊരു പേഴ്സണൽ ഗ്രഡ്ജുമില്ല. അത് പറഞ്ഞാൽ മനസ്സിലായില്ല പിന്നെ എന്നാ ചെയ്യാനാ? അനിയൻ കുഞ്ഞിന്റെ പൊസിഷൻ മനസ്സിലാവാഞ്ഞിട്ടാ. സസ്പെൻഡ് ചെയ്താൽ അയാൾ ട്രിബ്യൂണലിൽ പോകും. കൂടാതെ സസ്പെൻഷൻ ഫോഴ്സിന്റെ മൊത്തം മൊറയിലെ തന്നെ ബാധിക്കും. ഓ, മൊറയില് ഭരിച്ച് നിങ്ങളെല്ലാം കൂടെ തന്നെ അതില്ലാതാക്കിയില്ലേ? ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറയാനേ മാത്തുകുട്ടിച്ചായ. പ്ലാന്റർ കുരുവടിയുടെ മകൻ എന്നാ റബലായത്? തനിക്ക് എന്താ എല്ലാറ്റിനോട് ഇത്ര പുച്ഛം? എങ്ങനെ പുച്ഛിക്കാതിരിക്കും? തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. അവരെ ഗൈഡ് ചെയ്യുന്ന ബ്യൂറോക്രസി വിശ്വസിക്കാൻ വയ്യ. പിന്നെ ആകെ ഉള്ളത് ജുഡീഷ്യറിയാ. അതിന്റെ സംസ്കാരമെങ്കിലും കാത്തു സൂക്ഷിക്കുന്നൊരു മോഹമുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല. മാത്തുക്കുട്ടിച്ചാനെ കൊണ്ട് വയ്യെങ്കിൽ പറ. ഈ നാട്ടിലൊരു ഹൈക്കോടതി ഉണ്ട്. അവർക്ക് ബോധ്യമാകാൻ ഈ തെളിവൊക്കെ മതി. ശരി സർ. ഓ, സസ്പെൻഷനിലെ ഉദ്യോഗസ്ഥരെ സല്യൂട്ട് ചെയ്യാൻ നമ്മുടെ പെരുമാറ്റത്തിൽ പറഞ്ഞിട്ടില്ല. എവിടാ നീയൊക്കെ പിടിച്ചോണ്ട് വന്ന പിള്ളേരെ? അവന്മാരെ ഇപ്പൊ ഇറക്കി വിടണം ഈ നിമിഷം. കോടതി ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. എങ്കിലേ
എനിക്കൊന്ന് കാണണം. സാർ അവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഓ, സസ്പെൻഷൻ ആയ ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. സസ്പെൻഷനിലാണെങ്കിലും എന്റെ വില ഞാൻ കാണിച്ചു തരാടാ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ തൊപ്പി ഞാൻ തെറിപ്പിച്ചിരിക്കും. സാർ ഈ വിരട്ട് കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. എന്തുവാടാ കൂടെ കൂടെ നീ അവരെ ചെവി കടിച്ചിരുന്നത്? വേറൊന്നുമല്ല, ഡയൻ സാറിന് ഇപ്പൊ ഭയങ്കര മാറ്റം. കുറേശ്ശെ തെറിയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സാറിന്റെ വർത്തമാനം കേട്ട് പെട്ടെന്ന് ചൂടായി വല്ല പട്ടി നാറി തെണ്ടി പട്ടി പൊലയാടി. അല്ല, അങ്ങനെ വല്ല സാറിന്റെ മുഖത്ത് നോക്കി വിളിച്ചാൽ അത് സാറിന് മോശമാവില്ല എന്ന് ഞാനിവിടെ ചെവി പറയായിരുന്നു. ഓഹോ, എല്ലാ ഏർപ്പാടും ചേർന്ന് എനിക്കിട്ട് പാരവൊക്കെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. നീയൊക്കെ എണ്ണിയിരുന്നോടാ മോയിന്റെ മക്കളെ. ഹലോ സുഗുണപാലൻ സാറേ, പിന്നെ ഒരു കാര്യം, വീട്ടിൽ ഈ ഭാര്യയും പിള്ളേരൊക്കെ വിളിക്കുന്ന പോലെ ഞങ്ങളെ വിളിച്ചാലേ എപ്പോഴും സഹിച്ചെന്ന് വരില്ല. ഓഫീസർ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ മറക്കും. ഓ, താനെന്ത് തോന്നിയാസൊക്കെ വിളിച്ചു പറയുന്നത്? സാറിന് ചുമ്മായിരിക്കും സാറേ. ഇവനൊക്കെ കയ്യോടെ കൊടുത്തില്ലല്ലേ ശരിയാവത്തില്ല. ഹലോ, ഐ എം അക്കമ്മ. മേ ഐ കം ഇൻ? ഞാൻ ഊഹിച്ചു, അകത്തേക്ക് വരാം. താങ്ക് യു. ഇറ്റ്സ് എ ലവ്ലി ഹൗസ്. യു മസ്റ്റ് ബി വെരി വെരി പോപ്പുലർ ഹിയർ. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെയുള്ളവർക്ക് കാണാപ്പാടമാ. ബൈ ദ ബൈ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആക്ച്വലി ഐ ഹേറ്റ് ടു സേ ദാറ്റ്, ബട്ട് ഐ എം എ മൾട്ടി മില്യണർ. ബില്യനെയർ എന്ന് പറയാം. മാഡത്തിന് ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. സിനോ, താങ്ക് യു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്റെ ഗസ്റ്റ് ആകാത്ത പൊളിറ്റീഷ്യൻസോ ഗവൺമെന്റ് ഓഫീസേഴ്സോ ഈ നാട്ടിലില്ല. ഐ റിപ്പീറ്റ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അക്കാമ്മ വന്ന കാര്യം പറയൂ. എന്റെ നേരെ നോക്കി ആരും എന്റെ പേര് വിളിക്കാറില്ല. യു ക്യാൻ കോൾ മീ മാഡം. സോറി, ഐ ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ്. എന്റെ മകൻ പ്രതിയായുള്ള കേസ് നിങ്ങൾ വാദിക്കണം. ഇത് അതിനുള്ള അഡ്വാൻസ്. സോറി, ഐ എം അപ്പിയറിംഗ് ആസ് ദി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഗൈൻസ്റ്റ് യുവർ സൺ. അറിയാം, ഐ നോ ദാറ്റ്. ഇതിനു മുമ്പ് പല കേസിലും പ്രതിഭാഗം ചേർന്ന് നിങ്ങൾ വാദിച്ചിട്ടില്ലേ? അതെന്റെ ഇഷ്ടം. പണം എത്ര വേണമെങ്കിലും തരാം. വക്കീലിന് ഏറ്റവും കൂടുതൽ ഫീസ് എന്ന ക്രെഡിറ്റ് അക്കാമിക്കിരിക്കട്ടെ. ടെൽ മീ യുവർ പ്രൈസ്. നീ ആരാടി എനിക്ക് വില പറയാൻ? നീ വീശുന്ന കാശ് വെച്ച് നിന്റെ പുറകെ മണം പിടിച്ച് നടക്കുന്ന ചില കുടിച്ചിപ്പട്ടികളുണ്ടാവും. അവർക്ക് നിന്റെ പണവും വേണം, വേറെ പലതും വേണം. എനിക്കിത് രണ്ടും വേണ്ട. ഇതിന്റെ 10 ഇരട്ടി കിട്ടും എന്റെ എസ്റ്റേറ്റിലെ കരികില തൂക്കി വിറ്റാൽ. മനസ്സിലായത് നിനക്ക്? ഗെറ്റ് ഔട്ട്. അക്കാമ്മയെ നിനക്കറിയില്ല. മൂർഖം പാമ്പിനെയാ നീ നോവിച്ചു വിടുന്നത്. ഓർമ്മയിരിക്കട്ടെ. നീർക്കോലി ആരും മൂർഖം പാമ്പെന്ന് വിളിക്കാറില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ ഇവളുടെയൊക്കെ പുറകെ എസ് ബോസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഭേദം വല്ല ചുമടും ചുമന്ന് ജീവിച്ചൂടെ? ഒത്ത തടിയാണല്ലോ, ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. കൂടെ അമേരിക്കയെ റായിച്ചന്റെ വീട്ടിലെ കർത്താവിന്റെ രൂപത്തോടൊപ്പം മറ്റൊരു ഫോട്ടോയും കൂടെ ഉണ്ട്. അത് അക്കാമയുടെയാ. അക്കാമ്മ ഞങ്ങൾക്ക് ദൈവം തന്നെയാ. എന്നെ മറിയാമ്മയെ അമേരിക്ക കൊണ്ടുപോയതും ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്നതും ഒക്കെ അവരാ. ആ കടപ്പാട് ഞങ്ങൾക്ക് മറക്കാൻ ഒക്കത്തില്ല. മറക്കണ്ടാന്നേ. അതിന് അനിയൻ കുഞ്ഞെന്നാ വേണം. ആ അക്കാമ്മയുടെ മോനെതിരായി എന്റെ മോളെ കെട്ടാൻ പോകുന്ന കേസ് വാദിച്ചാ ഞങ്ങള് സഹിക്കോ? മാണിക്കുഞ്ഞ് അനിയൻ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറയണം. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറഞ്ഞ അവൻ കേക്കത്തില്ലിട്ടിച്ചാ. എങ്കിലേ 2-1 നടക്കൂ. അയ്യോടാ, 2-1 മനസ്സിലായില്ല. അനിയൻ കുഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. എന്നെ മാണിക്കുഞ്ഞ്. വർത്തമാനം ഇട്ടിച്ചെടി പറയുന്നേ. മനസ്സമ്മതം വരെ എത്തി വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാലോ? നടക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അനിയൻ കുഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്മാറണം. ഓഹോ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് അവനോട് പിന്മാറാൻ പറയാം. അല്ലാതെ ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ഇപ്പൊ എന്നതായി റോയിച്ച? ഞാൻ പറഞ്ഞ പോലെ നടന്നോ? മാണിക്കുഞ്ഞ് പറയും, അനിയൻ കുഞ്ഞ് കേൾക്കും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. മാണിക്കുഞ്ഞ് പറയും പോലും. ഒന്നല്ല 25 കല്യാണം മുടങ്ങിയാലും പ്ലാന്റർ കുരുവിളയുടെ മക്കൾ ഭീഷണിക്ക് വടങ്ങി തെണ്ടിത്തരം കാണിക്കാല. വേഗം സ്ഥലം വിട്ടോളാൻ. താൻ ആരാ അത് പറയാൻ? അനിയൻ കുഞ്ഞ് പറയട്ടെ. ഇപ്പൊ ഞാനാ പറയുന്നത്. ഞാൻ പറയുന്നത് എന്റെ അനിയൻ കേൾക്കും. അവൻ എന്നെ അച്ഛൻ പട്ടത്തിന് വിട്ടാലും അവനെ കൊണ്ട് ഇയാടെ മോളെ കെട്ടിക്കുകയല്ല, അത് ഉറപ്പാ. പോയേ. ഫ്ലോറിഡ, അമേരിക്ക. അത് ശരി, മാണിക്കുഞ്ഞായതുകൊണ്ട് അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ അമേരിക്കൻ കണക്ഷൻ ഒന്നും ശരിയാവൂല മാണിക്കുഞ്ഞെ. എന്നിട്ട് STD ആയാലെന്നാ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ.
ഇതുങ്ങളൊക്കെ ജീവിക്കുന്ന നാട്ടിലെന്താ ചൊരപ്പിനൊന്നും ആളില്ലേ? ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട, നേരെ തൂക്കാൻ വിധിക്കും. ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുകമ്പ തോന്നണ്ടേ? നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം. കുരുവിളെ ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും. അയാൾ എങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവും? എന്തുകൊണ്ടായിക്കൂടാ? താൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ? തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് മാത്രമല്ല. അതെങ്ങനെയും തടഞ്ഞു വെക്കൂ. കുരുവിള ഒരിക്കലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവരുത്. ഞാൻ അവന്റെ മോളിൽ പിടിപിടിച്ചാലോ? എന്ത് കാര്യത്തിന്? അവനാവട്ടെടോ. ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്കെന്താ ഇത്ര വിഷമം? കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു. എവിടെ? പാലക്കാട്ട്. ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് 350 കിലോമീറ്റർ എങ്കിലും ദൂരം വരില്ലേ? അതെ. എന്താ? മിസ്റ്റർ കുരുവിള, അനിയൻ കുരുവിള. എവിടെ പോയിട്ട് വരുന്നു? കടപ്പല്ലിന് വല്ലാത്ത വേദന. ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ. പല്ല് പറിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ. പത്രത്തിൽ വായിച്ചില്ലേ? കോവിലകം കേസ് റീഓപ്പൺ ചെയ്യുന്നു. നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ 2 സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു സിംഹം ആരെന്ന് മനസ്സിലായി. ആരപ്പാ മറ്റേ സിംഹം? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എലി ആരെങ്കിലും സിംഹം എന്ന് വിളിക്കൂ? പല്ല് കൊഴിയാറായ സിംഹത്തെ ചിലപ്പോ എലിയെന്ന് വിളിച്ചെന്നിരിക്കും.